നടു റോഡിൽ ഭാര്യയെ വെട്ടിക്കൊന്ന ഭർത്താവിന് ഇരട്ട ജീവപര്യന്തം. പള്ളിപ്പുറം സ്വദേശി അമ്പിളി വധക്കേസിലാണ് ആലപ്പുഴ അഡീഷണൽ സെഷൻസ് കോടതിയുടെ വിധി. ലഹരിക്കടിമയായ രാജേഷിന് ഭാര്യയെക്കുറിച്ചുള്ള സംശയമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. പള്ളിപ്പുറം സ്വദേശിനിയായ അമ്പിളി 2024 മെയ് 18 വൈകുന്നേരമാണ് കൊല്ലപ്പെട്ടത്. തിരുനെല്ലൂർ സർവീസ് സഹകരണ ബാങ്കിലെ കളക്ഷൻ ഏജന്റായിരുന്നു 43-കാരി. ജോലി ആവശ്യത്തിനായി പോകുമ്പോൾ പള്ളിപ്പുറം വില്ലേജ് ഓഫീസിന് സമീപം വെച്ച് ഭർത്താവ് രാജേഷ് കുമാർ ബൈക്കിൽ പിന്തുടർന്നെത്തി. ജലഗതാഗത വകുപ്പിലെ ജീവനക്കാരനായിരുന്ന രാജേഷ് യാതൊരു പ്രകോപനവുമില്ലാതെ അമ്പിളിയെ മൂർച്ചയേറിയ ആയുധം കൊണ്ട് വെട്ടുകയായിരുന്നു. ചോര വാർന്ന് നടുറോഡിൽ കിടന്ന വീട്ടമ്മയെ നാട്ടുകാർ ചേർത്തല സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ഭാര്യയെ കൊന്ന ശേഷം കളക്ഷൻ പണം അടങ്ങിയ ബാഗുമായാണ് രാജേഷ് രക്ഷപ്പെട്ടത്. അധികം വൈകാതെ തന്നെ ഇയാളെ ഒരു ബാറിൽ നിന്ന് പോലീസ് പിടികൂടി. റിമാൻഡിൽ കഴിയവേ ജാമ്യത്തിനായി പ്രതി സുപ്രീം കോടതിയിൽ വരെ പോയെങ്കിലും ലഭിച്ചില്ല. വിചാരണയ്ക്കൊടുവിൽ ഇരട്ട ജീവപര്യന്തമാണ് പ്രതിക്ക് ആലപ്പുഴ അഡീഷണൽ സെഷൻസ് കോടതി 3 ജഡ്ജി എസ് ഭാരതി വിധിച്ചത്. കൊലപാതകത്തിന് ജീവപര്യന്തവും 1 ലക്ഷം രൂപ തടവും, കവർച്ച ചെയ്തതിന് ജീവപര്യന്തവും 1 ലക്ഷം രൂപ തടവും, നഷ്ടപരിഹാര തുക അത് അവരുടെ കുട്ടികൾക്ക്, അമ്പിളിയുടെ 2 മക്കൾക്ക് കൊടുക്കണമെന്ന് കോടതിയുടെ ഉത്തരവുണ്ട്. വിധി കേൾക്കാനായി അമ്പിളിയുടെ ബന്ധുക്കൾ കോടതിയിലെത്തിയിരുന്നു. ഇവൻ മൊബൈലിൽ കൂടി അനാവശ്യമായി സംസാരിക്കുന്നത് മൂത്ത മോളെ രാജലക്ഷ്മി കേൾക്കുകയും അമ്മയോട് സംസാരിക്കുകയും ചെയ്തു. അതേ തുടർന്ന് അതിനോട് സംസാരിക്കുകയും ചെയ്യുന്ന കൂട്ടത്തിലാണ് ഈ ക്രൂരകൃത്യം ചെയ്തത്. വിധിയിൽ തൃപ്തരാണ്. അമ്പിളി രാജേഷ് ദമ്പതികളുടെ 2 മക്കളും അമ്പിളിയുടെ സഹോദരന്റെ സംരക്ഷണയിലാണ് നിലവിൽ. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.